പാല മരിയ സദനം ചാരിറ്റി കാർണിവൽ മനഃശാന്തി 2026 മരിയ സദനത്തിൽ തുടക്കമായി. അന്ധതയെ തോൽപ്പിച്ച് സിവിൽ സർവീസ് നേടിയ കുമാരി ജസീല ജന്നത്ത് പി ഉദ്ഘാടനം നിർവഹിച്ചു. പക്ഷേ ഞാൻ സർവീസിൽ ജോയിൻ ചെയ്യുന്നത് മുതൽ എന്നെ കൊണ്ടാവുന്ന വിധത്തിലുള്ള ന്യായമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും കോൾ ചെയ്യാനുള്ള അപ്രോച്ച് ചെയ്യാനുള്ള ഒരു ഫസ്റ്റ് പേഴ്സൺ ഞാൻ ആവുന്നുള്ളത് ഈ ഒരു വേദിയിൽ വെച്ച് ഞാൻ ഉറപ്പ് തരാണ്. അതിലെനിക്ക് അഭിമാനമേ ഉള്ളൂ. കാരണം ഈ ചില ആളുകളെ ഇപ്പോൾ സന്തോഷ് സാറിൻ്റെ ഒരു ഡോക്യുമെൻ്ററിയിൽ ഞാൻ കണ്ടിരുന്നു. അതായത് തൊട്ടതെല്ലാം പരാജയപ്പെട്ട് അതിന് ശേഷമാണ് ഈ ഒരു ഉദ്യമത്തിലേക്ക് സന്തോഷ് സാർ വന്നു ചേരുന്നത് എന്നുള്ളത്. അദ്ദേഹത്തിനെ കൊണ്ട് ദൈവം തൊട്ടതെല്ലാം പരാജയപ്പെടുത്തിയത് ഇത്രയും പുണ്യമായിട്ടുള്ളൊരു കർമ്മത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് സാറിനോട് ഞാൻ ഈ ഒരു വേദിയിൽ പറയുവാണ്. വളരെ സന്തോഷമുണ്ട്, വളരെ അഭിമാനമുണ്ട്. ഒരുപാട് നേരം സംസാരിക്കണമെന്നുണ്ട്, പക്ഷേ സംസാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറച്ച് നീണ്ടുപോകും. ജോസ് കെ മാണി എം പി മുഖ്യപ്രഭാഷണം നടത്തി. പാലായുടെ സ്നേഹാലയം ഏതാണ് എന്ന് ചോദിച്ചാൽ യാതൊരു സംശയവുമില്ല. ഇന്ന് സന്തോഷവും മിനിയും സന്തോഷിൻ്റെ കുടുംബങ്ങളും എല്ലാവരും നടത്തി വരുന്ന ഈ മരിയ സദനമാണ്. ഒരു രീതിയിൽ പറഞ്ഞാൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ എൻ്റെ പിതാവ് മാൻസാറും ഈ സന്തോഷിൻ്റെ കുടുംബവും ഇത് ആരംഭത്തിൽ തന്നെ നമുക്കറിയാം പല വെല്ലുവിളികൾ നേരിട്ടപ്പോഴുമൊക്കെ ചില നിയമ ഭേദഗതികൾ വേണ്ടി വരുന്ന ഘട്ടത്തിൽ എന്താണോ പാലായിക്ക് എന്താണോ മരിയ സദനത്തിന് വേണ്ട ആ രീതിയിലേക്ക് നിയമ ഭേദഗതി നിയമസഭയിൽ നടത്തി ഈ പ്രസ്ഥാനത്തിനെ അത് സന്തോഷത്തിന് യോജിച്ച രീതിയിലേക്ക് കൊണ്ടെത്തിക്കുവാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഞങ്ങളെല്ലാം ഈ കുടുംബത്തിൻ്റെ ഒരു ഭാഗമാണ്. സന്തോഷ് മരിയ സദനം ദിയ ബിനു പുളിക്കക്കണ്ടം, ബൈജു കൊല്ലംപറമ്പിൽ, തോമസ് പീറ്റർ, ഷിബു തെക്കേമറ്റം, പ്രൊഫസർ PD ജോർജ് കരുണയ്ക്കൽ, അബ്ദുള്ള ഖാൻ, ഫാദർ ജോർജ് വലിയപറമ്പിൽ എന്നിവരും സംസാരിച്ചു. പാല PO4 എന്ന മരിയ സദനം ക്രിയേഷൻ അവതരിപ്പിക്കുന്ന വെബ് സീരീസ് ടീസറിന്റെ സ്വിച്ച് ഓൺ കർമ്മവും ജോസ് കെ മാണി നിർവഹിച്ചു. പാല ബ്ലഡ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ സന്നദ്ധ രക്തദാന ക്യാമ്പ് 2 ദിവസവും ഉണ്ടായിരിക്കുന്നതാണ്. തുടർന്ന് വിവിധ സാംസ്കാരിക പരിപാടികളും സെമിനാറുകളും അരങ്ങേറി. സഫലം, സൗഹൃദ സമിതി, പിതൃവേദി, SBI പെൻഷൻ അസോസിയേഷൻ എന്നിവരുടെ നേതൃത്വത്തിൽ സീനിയർ സിറ്റിസൺസ് മീറ്റും നടന്നു. നാടൻ തട്ടുകട, ചായക്കട, കൂൾ ബാർ, ഐസ്ക്രീം പാർലർ, ബജിക്കടകൾ, ഭക്ഷണശാലകൾ എന്നിവ മനഃശാന്തി 2026 ക്രമീകരിച്ചിട്ടുണ്ട്. 2 ദിവസങ്ങളിലായി വിവിധ കലാപരിപാടികളും സാംസ്കാരിക സമ്മേളനവും നടക്കും. ഐഫോറിയ ന്യൂസ്, പാല.